ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ ഇത്രയധികം വിശ്വസിക്കുന്ന ഈ ജനാധിപത്യം അത് ക്രിസ്തുവിരുദ്ധന്റെ അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റിന്റെ ഒരു ഭരണ സംവിധാനമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇതൊരു സാധാരണ വാദമല്ല. സമാധാനത്തിന്റെയും പ്രകാശത്തിന്റെയും അഹമ്മദി മതം എന്ന പ്രസ്ഥാനം മുന്നോട്ടുവെക്കുന്ന വളരെ ഗൗരവമേറിയൊരു കാഴ്ചപ്പാടാണിത്. അപ്പോ നമുക്കിന്ന് ഈ വാദത്തിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ ഇവരുടെ വാദത്തിന്റെ എല്ലാം തുടക്കം എവിടെയാണെന്നറിയാമോ? ഈ ഒരു ചിന്തയിൽ നിന്നാണ്. പിശാച് ചെയ്ത ഏറ്റവും വലിയ തന്ത്രം അവനില്ലെന്ന് നമ്മളെ വിശ്വസിപ്പിച്ചതല്ല, മറിച്ച് ഈ ഭൂമി ഭരിക്കേണ്ടത് ദൈവമാണെന്ന ആശയം തന്നെ നമ്മുടെ തലയിൽ നിന്നെടുത്ത് കളഞ്ഞതാണ്. അതായത് ഇതൊരു രാഷ്ട്രീയ ചർച്ച എന്നതിലുപരി ഒരു ആത്മീയ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇവർ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ യഥാർത്ഥ പോരാട്ടം? സിമ്പിളായിട്ട് പറഞ്ഞാൽ ദൈവത്തിന്റെ അധികാരവും ജനങ്ങളുടെ അധികാരവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. അതായത് ഭരിക്കേണ്ടത് ദൈവമാണോ അതോ ജനങ്ങളാണോ, ഈ അടിസ്ഥാന ചോദ്യം. ചരിത്രം മുഴുവൻ ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഒരു വടംവലിയാണെന്നാണ് ഈ കാഴ്ചപ്പാട് നമ്മളോട് പറയുന്നത്. ഈ വാദങ്ങളൊക്കെ ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഒരു വാക്ക് നമ്മൾ ആദ്യം പിടികിട്ടണം. അതാണ് പ്രതിപുരുഷൻ അല്ലെങ്കിൽ വൈസ് ജെറന്റ്. ആരാണ് ഈ പ്രതിപുരുഷൻ? ഒന്നുമില്ല, ദൈവം ഈ ഭൂമി ഭരിക്കാൻ വേണ്ടി നേരിട്ട് നിയമിക്കുന്ന സ്വന്തം പ്രതിനിധി. ഈ ഒരു കോൺസെപ്റ്റിലാണ് ബാക്കിയെല്ലാം കെട്ടിപ്പടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സിസ്റ്റങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. ഒരു സൈഡിലെ ദൈവത്തിന്റെ ഭരണം. അവിടെ എന്താ നടക്കുന്നത്? ദൈവം ഒരാളെ നിയമിക്കുന്നു, ആ ആളെ അനുസരിക്കുക, അതാണ് നിയമം. അയാളെ തള്ളിക്കളഞ്ഞാൽ അത് ദൈവത്തെ തള്ളിക്കളയുന്ന പോലെയാണ്. ഇനി മറുവശത്ത് നോക്കൂ, നമ്മുടെ ജനാധിപത്യം. അവിടെ നമ്മൾ വോട്ട് ചെയ്ത് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു. ഭൂരിപക്ഷം പറയുന്നത് എന്താണോ അതാണ് ശരി. അപ്പോൾ കണ്ടില്ലേ, ഈ രണ്ടും ഒരിക്കലും ഒരുമിച്ചു പോകില്ല. അതാണ് ഇവരുടെ പോയിന്റ്. അപ്പോൾ ഈ പോരാട്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണെന്ന് കരുതരുത്. ഇതിന്റെ വേരുകൾ തേടി നമ്മൾ പോകുന്നത് മനുഷ്യനുണ്ടായ കാലം വരെയാണ്. ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ ഒന്ന് നോക്കിക്കേ. തുടക്കത്തിൽ തന്നെ ദൈവം ആദാമിനെ പ്രതിനിധിയായി വെച്ചപ്പോൾ സാത്താൻ പറഞ്ഞു, ഞാൻ ഇത് അംഗീകരിക്കില്ല എന്ന്. പിന്നെ മോശയുടെ കാലത്ത് ജനം എന്തു ചെയ്തു? ദൈവത്തിന്റെ മാർഗം വിട്ട് ഒരു സ്വർണ്ണപ്രതിമയുണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ സാമുവേൽ പ്രവാചകന്റെ കാലത്ത് ജനങ്ങൾ പറഞ്ഞു, ദൈവത്തിന്റെ ഭരണമൊന്നും വേണ്ട, ഞങ്ങൾക്ക് കാണാനും തൊടാനും പറ്റുന്ന ഒരു രാജാവിനെ മതിയെന്ന്. കണ്ടില്ലേ, ഓരോ തവണയും മനുഷ്യൻ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനേക്കാൾ സ്വന്തം ഇഷ്ടത്തിനാണ് മുൻഗണന കൊടുത്തത്. അതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം അവർ പറയുന്ന പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ദൈവത്തെയും അവൻ തെരഞ്ഞെടുത്ത പ്രതിപുരുഷനെയും അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യുന്നതിന് ഒന്നും ഒരു വിലയുമില്ല. ഈ ലോകത്തും വരാനിരിക്കുന്ന ലോകത്തും എല്ലാം നഷ്ടപ്പെടും. അത്രയ്ക്ക് സീരിയസ് ആണ് കാര്യം. അതായത് ദൈവത്തിന്റെ പ്രതിനിധിയെ അംഗീകരിക്കുന്നതാണത്രേ ഏറ്റവും വലിയ വിശ്വാസ പരീക്ഷ. ശരി, ഇനി നമ്മൾ വരുന്നത് ഈ വാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. ഈ ദൈവം ജനം അധികാര വടംവലിയുടെ ഏറ്റവും വലിയ ചരിത്രപരമായ ഉദാഹരണമായവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അവരുടെ ഏറ്റവും വലിയ വാദത്തിന് ആമുഖമായി അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: യേശുവിനെ കൊന്നത് ജനാധിപത്യമാണോ? ഒന്നാലോചിച്ചു നോക്കൂ. ശരിക്കും ഞെട്ടിക്കുന്നൊരു ചോദ്യമാണിതല്ലേ? പക്ഷേ അവരുടെ വാദത്തിന്റെ കാതൽ കിടക്കുന്നത് ഇവിടെയാണ്. അവർ പറയുന്നത് ഇതാണ്: അന്ന് ജനങ്ങൾക്കൊരു ചോയ്സ് കൊടുത്തു. ഒന്നുകിൽ ദൈവത്തിന്റെ പ്രതിനിധിയായ യേശു, അല്ലെങ്കിൽ ഒരു കൊടും കുറ്റവാളിയായ ബറബാസ്. ഒരു തരത്തിൽ അതൊരു വോട്ടെടുപ്പായിരുന്നില്ലേ? എന്നിട്ട് ജനം ആരെയാണ് തിരഞ്ഞെടുത്തത്? ബറബാസിനെ, യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ വിട്ടുകൊടുത്തു. അപ്പോൾ ഭൂരിപക്ഷത്തിന്റെ തീരുമാനം എത്രത്തോളം വിനാശകരമാവാം എന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണമുണ്ടോ എന്നാണ് അവരുടെ ചോദ്യം. ഇതുകൊണ്ടാണ് അബ്ദുള്ള ഹാഷെം അബ്ബ അൽ സാദിഖ് ഇങ്ങനെ പറയുന്നത്: മിഷിഹായെ എതിർക്കുന്നത് എന്തും അത് ക്രിസ്തുവിരുദ്ധന്റെ ആത്മാവാണ്. അന്ന് ജനം വോട്ട് ചെയ്ത് യേശുവിനെ തള്ളിക്കളഞ്ഞില്ലേ? ആ ഒരു ദുരന്ത നിമിഷത്തിൽ നിന്നാകാം ഇന്നത്തെ ഈ ജനാധിപത്യം എന്ന ആശയം തന്നെ രൂപപ്പെട്ടതെന്ന്. ആ പഴയ വോട്ടിനെ ഇന്നത്തെ പൊളിറ്റിക്സുമായി അവർ നേരെ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതൊക്കെ പഴയ ചരിത്രം, നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ വാദങ്ങളൊക്കെ ഇന്നത്തെ ലോകത്ത് എങ്ങനെയാണ് പ്രസക്തമാകുന്നത്? ഇന്നത്തെ ലോകത്ത് ആരാണ് ഈ പറയുന്ന ക്രിസ്തുവിരുദ്ധ വ്യവസ്ഥ? ഇവിടെയാണ് അവരുടെ വാദത്തിലെ ഒരു ട്വിസ്റ്റ്. നമ്മൾ ആന്റി ക്രൈസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ ഒരു കൊമ്പൊക്കെയുള്ളൊരു രൂപമല്ലേ ഓർമ്മ വരുന്നത്? പക്ഷേ ഇവർ പറയുന്നത് അതൊരു വ്യക്തിയല്ല, അതൊരു സിസ്റ്റമാണ്. ദൈവത്തിന്റെ ഭരണത്തെ എതിർക്കുന്ന ഒരു വ്യവസ്ഥ. ആ വ്യവസ്ഥയുടെ ഇന്നത്തെ പേരാണ് ജനാധിപത്യം. ഈ ജനാധിപത്യ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി അവർ കാണുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ സ്ഥാപക പിതാക്കന്മാരെക്കുറിച്ച് അവർ പറയുന്നത് അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളായിരുന്നില്ല, മറിച്ച് ഫ്രീമേസൺസ് പോലുള്ള രഹസ്യ സംഘങ്ങളിൽപ്പെട്ടവരായിരുന്നു എന്നാണ്. അവരുണ്ടാക്കിയ ഭരണഘടന പോലും ദൈവിക നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, പകരം പുരാതന റോമൻ നിയമങ്ങളെ കോപ്പിയടിച്ചതാണെന്നും ഇവർ വാദിക്കുന്നു. പക്ഷേ ഇത് അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല.
ലോകം മുഴുവൻ ഈ ജനാധിപത്യം എന്ന ആശയം ഒരു അജണ്ടയായി പ്രചരിപ്പിക്കുന്ന ഒരു പുതിയ റോമൻ സാമ്രാജ്യം ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇവരുടെ വാദം. ഈ പുതിയ സാമ്രാജ്യത്തിന് 3 പ്രധാന ശക്തികേന്ദ്രങ്ങളുണ്ടത്രേ. അതിന്റെ മിലിറ്ററി പവർ മുഴുവൻ വാഷിംഗ്ടൺ DC-യിൽ, സാമ്പത്തിക നിയന്ത്രണം ലണ്ടനിൽ, മതപരമായ സ്വാധീനം വത്തിക്കാൻ സിറ്റിയിൽ. ഈ 3 നഗരങ്ങളും ചേർന്നൊരു അച്ചുതണ്ടാണ് ലോകത്ത് ദൈവഭരണത്തിന് പകരം മനുഷ്യന്റെ ഭരണം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെ വെറുമൊരു രാഷ്ട്രീയ വിശകലനമായി കാണരുത്. പുരാതന പ്രവചനങ്ങളുമായി വരെ ഇവർ ഇതിനെ ബന്ധിപ്പിക്കുന്നുണ്ട്. ബൈബിളിലെ ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന ഭീകരനായ ഇരുമ്പ് മൃഗം ഈ ആധുനിക അമേരിക്കൻ സാമ്രാജ്യം തന്നെയാണെന്നാണ് ഇവരുടെ വ്യാഖ്യാനം. അപ്പോൾ ശരി, ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെന്താണ് ഇതിനൊരു പരിഹാരം? ലോകം പോകുന്ന വഴി തെറ്റാണെങ്കിൽ ശരിയായ വഴി ഏതാണ്? അതിനും ഇവർക്കൊരു ഉത്തരമുണ്ട്. ജനാധിപത്യം അത്ര നല്ല സിസ്റ്റമല്ല എന്ന് പറയാൻ ഇവർ നമ്മുടെ കിഴക്കൻ ചിന്തകരെ മാത്രമല്ല, പാശ്ചാത്യ തത്വചിന്തകരെ തന്നെ കൂട്ടുപിടിക്കുന്നുണ്ട്. പണ്ട് സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ജനാധിപത്യം അവസാനം സ്വേച്ഛാധിപത്യത്തിലേക്കും അനീതിയിലേക്കുമാണ് പോവുക എന്ന്. അതവർ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന വഴി ഇതാണ്. വളരെ സിമ്പിൾ. മനുഷ്യർക്ക് തെറ്റുപറ്റും. അതുകൊണ്ട് മനുഷ്യരുണ്ടാക്കുന്ന സിസ്റ്റങ്ങൾക്കും തെറ്റുപറ്റും, ഉറപ്പാണ്. അതുകൊണ്ട് ദൈവം എന്തു ചെയ്യും? തെറ്റുപറ്റാത്ത പ്രതിപുരുഷന്മാരെ, തന്റെ പ്രതിനിധികളെ ഭൂമിയിലേക്ക് അയക്കും. ഈ ജനാധിപത്യത്തെ എതിർക്കാൻ വന്ന ഇന്നത്തെ പ്രതിപുരുഷനായി അവർ അബ്ദുള്ള ഹാഷം അബ്ബ അൽ സാദിഖിനെയാണ് അവതരിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യന്റെ നിയമങ്ങൾ വിട്ട് ദൈവത്തിന്റെ പ്രതിനിധിയെ അനുസരിക്കുക, അതാണ് പരിഹാരം. പക്ഷേ ഇവിടെ ഒരു കാര്യം അവർ പ്രത്യേകം പറയുന്നുണ്ട്. അവരുടെ വിമർശനം അമേരിക്കയിലെ സാധാരണ ജനങ്ങളോടല്ല, മറിച്ച് അവർ ലോകം മുഴുവൻ കൊണ്ടു നടക്കുന്ന ഈ ജനാധിപത്യമെന്ന സിസ്റ്റത്തിനോടാണ്. ജനങ്ങൾ നല്ലവരായിരിക്കാം, പക്ഷേ അവർ വിശ്വസിക്കുന്ന ഈ സിസ്റ്റമാണ് യഥാർത്ഥ ക്രിസ്തുവിരുദ്ധ സ്ഥാപനം എന്നാണ് വാദം. അവർ നമ്മോട് ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, യേശുവും ഇമാം മഹ്ദിയും ഇന്ന് തിരികെ വന്നാൽ എന്ത് സംഭവിക്കും? ഇന്നത്തെ ഈ ജനാധിപത്യ സിസ്റ്റം അവരെ കയ്യും നീട്ടി സ്വീകരിച്ച് ഭരണമേൽപ്പിക്കുമോ? ഒരിക്കലുമില്ല. അവരെ രാജ്യദ്രോഹികളെന്നോ തീവ്രവാദികളെന്നോ മുദ്രകുത്തും. വീണ്ടും ഒരു ക്രൂശീകരണം തന്നെ നടക്കുമെന്നാണിവർ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഇവരുടെ കാഴ്ചപ്പാട് ഒരു മോശം ലോകത്തിൽ അവസാനിക്കുന്നില്ല. അവസാനം ഒരു ദൈവിക നീതിയുള്ള രാഷ്ട്രം, ഒരു ദൈവരാജ്യം വരുമെന്നത് ഒരു പ്രവചനമാണ്. അത് നടക്കുക തന്നെ ചെയ്യുമെന്ന ഒരു പ്രതീക്ഷയിലാണവർ. അവസാനമായി അവർ ലോകത്തെ രണ്ടായി തിരിക്കുന്ന, നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒരു വാചകത്തോടെയാണ് ഈ വിഷയം നിർത്തുന്നത്. ഒന്നുകിൽ നിങ്ങൾ ദൈവത്തിന്റെ പക്ഷത്താണ്, അല്ലെങ്കിൽ പിശാചിന്റെ പക്ഷത്ത്. ഇതിന് രണ്ടിനുമിടയിൽ ഒരു സ്ഥലമില്ല. അങ്ങനെ നിൽക്കുന്നവരെല്ലാം സംസാരിക്കാൻ ധൈര്യമില്ലാത്ത പിശാചുകൾ മാത്രമാണ്. അപ്പം നിങ്ങൾ ഏത് പക്ഷത്താണ്? ഈയൊരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ടാണ് അവർ പോകുന്നത്.